ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് പീസ് ബ്രോക്കറായിട്ട് പോയ പാകിസ്ഥാൻ മിക്കവാറും ഇതിൽ പെട്ടുപോകാനുള്ള സാധ്യതയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഇറാന്റെ സ്റ്റേറ്റ് ഓൺഡ് മീഡിയയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവരുടെ തന്നെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ പറയുന്നുണ്ട് പാകിസ്ഥാനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, പാകിസ്ഥാൻ ബയസ്ഡ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. അസിം മുനീർ ഇറാനിലോട്ട് വന്ന സമയത്ത് ഇറാൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി, അതായത് അമേരിക്കയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അസിം മുനീർ അതെല്ലാം കേട്ടു, ഞാനിത് പ്രസന്റ് ചെയ്യാം, ഞാനിത് ട്രംപ് ഭരണകൂടത്തെ അറിയിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിമാനം കയറിപ്പോയി. ഇത്ര നേരമായിട്ടും ഇതുവരെ അത് പറഞ്ഞോ ഇല്ലയോ, അല്ലെങ്കിൽ എന്താണ് US-ന്റെ റെസ്പോൺസ് എന്നതിനെക്കുറിച്ച് അസിം മുനീറിന്റെയും പാകിസ്ഥാന്റെയും ഭാഗത്തു നിന്ന് യാതൊരു മറുപടിയും ഇല്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ നിലപാടുകളും താല്പര്യങ്ങളും ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പോലെ തോന്നുകയാണ്. ഒരു മീഡിയേറ്റർ എന്ന് പറയുന്നത് നിഷ്പക്ഷമായിട്ടാണ് നിൽക്കേണ്ടത്, ബയസ്ഡ് ആയിട്ടല്ല. അസിം മുനീറിന്റെ ഇടപെടലുകളിൽ അതുകൊണ്ട് തന്നെ ഇറാൻ ഭരണകൂടത്തിന് വിശ്വാസം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ഇറാന്റെ സ്റ്റേറ്റ് ഓൺഡ് മീഡിയ ആണ്. സ്റ്റേറ്റ് ഓൺഡ് മീഡിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗ്ലോബൽ ടൈംസിൽ എന്തായിരിക്കും ലേഖനങ്ങൾ വരിക? ചൈനീസ് ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ലേഖനമായിരിക്കും ഗ്ലോബൽ ടൈംസിൽ വരിക. കാരണം ചൈനീസ് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പത്രമാണ് ഗ്ലോബൽ ടൈംസ്. അതുപോലെ ഇറാന്റെ സ്റ്റേറ്റ് മീഡിയയിൽ വന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു വാർത്ത കൂടി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ പാകിസ്ഥാൻ ബോർഡറിൽ പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദ സംഘങ്ങൾ ഒരു ഓപ്പറേഷൻ നടത്താൻ ഇറാന്റെ അതിർത്തിക്കുള്ളിലേക്ക് കടന്ന് ഒരു ഓപ്പറേഷനായിട്ട് ട്രൈ ചെയ്യുകയും ഇറാന്റെ സൈന്യം അവരെ നേരിടുകയും നിരവധി ഭീകരവാദികളെ വധിക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇറാൻ മാധ്യമങ്ങളാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. മറ്റു മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഒരു വശത്ത് പാകിസ്ഥാൻ പീസ് ബ്രോക്കറായിട്ട് നിന്നിട്ട് ബ്രോക്കർ വർക്ക് ചെയ്യുന്നു, അതേസമയം തന്നെ പാകിസ്ഥാൻ അവരുടെ ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നു. പാകിസ്ഥാൻ എല്ലാ കാലത്തും അമേരിക്കയുടെ ഒരു സാമന്ത ഒരു രാഷ്ട്രമായിരുന്നു. അമേരിക്കയാണ് പാകിസ്ഥാനെ തീറ്റിപ്പോറ്റുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് IMFന്റെ പോലും ഫണ്ട് റിലീസ് ചെയ്ത് കൊടുത്ത് പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ട് അമേരിക്ക. എല്ലാ കാലവും പാകിസ്ഥാനെയും അവരുടെ സൈന്യത്തെയും അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തെയും പണം കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന പണി അമേരിക്കയാണ് എടുത്തിട്ടുള്ളത്. പാകിസ്ഥാന്റെ ആയുധങ്ങൾ പോലും, അവരുടെ പ്രധാനപ്പെട്ട യുദ്ധവിമാനം എന്ന് പറയുന്നത് ഇപ്പോഴും F-16 ആണ്. ഈ F-16 എന്ന് പറയുന്നത് അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനമാണ്. അത് മാത്രമല്ല, അവർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട തോക്കുകൾ M109 എന്ന് പറയുന്ന അവരുടെ ആർട്ടിലറി, അതുപോലെ AH-1 കോബ്ര എന്ന് പറയുന്ന ഹെലികോപ്റ്റർ, UH-1 ഹെലികോപ്റ്റർ, അവരുടെ M4, M16 ഇങ്ങനെയുള്ള റൈഫിൾസ്, ഇതെല്ലാം US മെയ്ഡാണ്. അവരുപയോഗിക്കുന്ന ആൻറ്റി ടാങ്ക് വെപ്പൺസ് US മെയ്ഡാണ്. അതുപോലെ തന്നെ M113 APC എന്ന് പറയുന്ന ആംഡ് വെഹിക്കിൾസ്, ഇതൊക്കെ അമേരിക്കൻ ആയുധങ്ങളാണ്. മെജോറിറ്റിയും പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് അമേരിക്കൻ ആയുധങ്ങളാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിലാണ് ചൈനീസ് ആയുധങ്ങൾ അവർ ഉപയോഗിച്ച് തുടങ്ങിയത്. പ്രത്യേകിച്ച് ട്രംപിന്റെ ആദ്യത്തെ ടേം അമേരിക്ക പാകിസ്ഥാൻ ബന്ധത്തിൽ ഒരു അകൽച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. ഇമ്രാൻഖാൻ ഒരു നിഷ്പക്ഷത എടുത്തുകൊണ്ട് നിൽക്കാനായിട്ട് ആഗ്രഹിച്ചു. ഇമ്രാൻഖാൻ ഈ അമേരിക്കയെ മാത്രം ഇങ്ങനെ സേവിച്ച് കഴിയുന്നതിന് പകരം ചൈനയുമായും റഷ്യയുമായിട്ടും ഒക്കെയുള്ള ബന്ധം മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ സമയത്താണ് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ കൂടുതൽ തെറ്റുന്നതും ഇന്ത്യ അമേരിക്കയും തമ്മിൽ കൂടുതൽ അടുക്കുന്നതും. ട്രംപിന്റെ ഫസ്റ്റ് ടേമിൽ 2017 ശേഷം ഈ ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് റിലേഷൻസിൽ മാറ്റം ഉണ്ടായെങ്കിലും ഇപ്പോൾ വീണ്ടും ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ട്രംപിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇമ്രാൻഖാനെ അസിം മുനീറും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും ചേർന്ന് ജയിലിലടയ്ക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഫാമിലി ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദല്ലാള് പണിയെടുക്കുകയാണ്. ഇവിടെ ശരിക്കും പാകിസ്ഥാൻ ഇന്ന് അമേരിക്കയുടെ ബ്രോക്കറാണ്. മധ്യസ്ഥൻ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ഇറാൻ തന്നെ അതുകൊണ്ട് പാകിസ്ഥാന്റെ ഇടപെടലുകളെ സംശയത്തോടെ നോക്കുകയാണ്. കാരണം പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അമേരിക്കയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇറാനെ അറിയിക്കുക, ട്രംപിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇറാനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കരാറിലേക്ക് കൊണ്ടുവരിക. അമേരിക്കയുടെ താല്പര്യങ്ങൾ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഉപയോഗിക്കുന്ന ഒരു വെപ്പണാണ്, അല്ലെങ്കിൽ ഒരു ബ്രോക്കറാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. മറിച്ച് ഇറാൻ എന്ത് പറയാനുണ്ട്, ഇറാൻ എന്താണ് മുന്നോട്ട് വെക്കുന്നതെന്ന് അസിം മുനീർ കേട്ട് തലയാട്ടി പോയാലും അത് കേൾക്കാൻ അവിടെ ട്രംപിന് താല്പര്യമില്ല. ട്രംപ് അസിം മുനീറിനെ വിടുന്ന എന്തിനാണ്? അമേരിക്കയുടെ താല്പര്യം നടത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് ഇന്ത്യ എന്തോ അവസരം നഷ്ടപ്പെടുത്തി, ഇന്ത്യ ബ്രോക്കറായില്ല, ഇന്ത്യ മധ്യസ്ഥത വഹിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള കുറെ ആളുകൾ ഉറഞ്ഞു തുള്ളിയത്. അതായത് ഇന്ത്യയുടെ പണിയല്ല അത്, അമേരിക്കയുടെ ദല്ലാള് പണിയെടുക്കുക എന്നുള്ളത് ഇന്ത്യയുടെ കാര്യമല്ല, അതിന് പാകിസ്ഥാൻ ഉണ്ട്.
ഇന്ത്യക്ക് ഇന്ത്യയുടെ നിലപാടുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഫോറിൻ പോളിസി, സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഉള്ള ഒരു രാജ്യമാണ്. നമ്മൾ അമേരിക്കയുടെ ബ്രോക്കർ പണി എടുക്കുന്ന രാജ്യമല്ല. മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ കൂടി പ്രൊട്ടക്ട് ചെയ്യാനും ലോക സമാധാനത്തിനും വേണ്ടിയിട്ട് ആക്റ്റീവായിട്ട് ഇന്ത്യ ഇടപെട്ടുകൊണ്ടിരിക്കും. ഇവിടെ ഈ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യൻ എക്കണോമി അത് നല്ലപോലെ ബാധിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് സംഘർഷമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കത്തെ അത് ബാധിക്കും. നമ്മുടെ ഇവിടെ എണ്ണവില കുതിച്ചുയരാൻ കാരണമാവും. നമ്മുടെ എക്കണോമിയെ അത് ബാധിക്കും. അപ്പൊ അത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് എതിരായതുകൊണ്ട് ഈ വിഷയത്തിൽ പരിഹാരം കാണാൻ ഇന്ത്യ ആക്റ്റീവായിട്ട് ഇടപെടും, ഇന്ത്യൻ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ. മറിച്ച് ഇവിടെ പാകിസ്ഥാൻ ചെയ്യുന്നത് എന്താണ്? പാകിസ്ഥാന്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ ദല്ലാള് പണി എടുക്കുന്നത്? അല്ല, മറിച്ച് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അസിം മുനീർ വിമാനം പിടിച്ച് അങ്ങോട്ട് പോകുന്നതും ഇറാനുമായിട്ട് സംസാരിക്കുന്നതും ഒക്കെ. അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഇനി വേണമെങ്കിൽ ഇറാൻ പാകിസ്ഥാൻ ബോർഡറിൽ ഒരു സംഘർഷം പോലും ഉണ്ടാകാം. അതിന്റെ തുടക്കമാണ് നമ്മൾ ഇന്ന് കേട്ടത്. അതായത് ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ അതിർത്തിയിലേക്ക് ഒരു നീക്കം പാകിസ്ഥാൻ നടത്തിയിരിക്കുകയാണ്. അമേരിക്ക പറഞ്ഞാൽ എന്തിനും തയ്യാറാണ് അസിം മുനീറും പാകിസ്ഥാൻ ഭരണകൂടും. അതിപ്പോ ട്രംപിന്റെ വസ്ത്രങ്ങൾ കഴുകിയിടാൻ പറഞ്ഞാൽ അതിന് വരെ തയ്യാറാണ്. ഞാൻ അതിലും കൂടുതൽ കടുത്ത വാക്കുകൾ അതിനകത്ത് ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഒരു മര്യാദ ഉണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.